നമസ്കാരം. ഈ 2024 വർഷം ശരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അതിനിർണായകമായിട്ടുള്ള ഒരു വർഷമായിരുന്നു. പ്രത്യേകിച്ചും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുവഴി BJPക്ക് സഖ്യകക്ഷികളുടെ പിന്തുണയിൽ മൂന്നാം തവണയും ഭരണം ലഭിക്കുകയുണ്ടായി. മോദി പ്രധാനമന്ത്രിയായി. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മങ്ങിയ പ്രതിച്ഛായ ഇപ്പോൾ വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഒപ്പം പ്രതിപക്ഷത്തെ പ്രധാന കക്ഷിയാകാനും കോൺഗ്രസിന് ഇതുവഴി സാധിക്കുകയും ചെയ്തു. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നീണ്ട 10 വർഷത്തിന് ശേഷം രാജ്യത്തിനൊരു പ്രതിപക്ഷ നേതാവിനെയും ഇപ്പോൾ കിട്ടിയ ഒരു വർഷം തന്നെയായിരുന്നു ഈ 2024. എന്നാൽ ഇതിനിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉൾപ്പെടെ എത്ര തുക ഈ വർഷം കിട്ടി എന്നുള്ളതാണ്. എത്ര തുക അവർ കൈയിട്ട് വാരി, ആരുടെയൊക്കെ കൊങ്ങയ്ക്ക് പിടിച്ചും മറ്റും കീശയിൽ എത്ര കാശ് ഒപ്പിച്ചു എന്നതൊക്കെയാണ് ചോദിച്ചിരുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ വ്യക്തികളിൽ നിന്നും അതുപോലെ ട്രസ്റ്റുകളിൽ നിന്നും അതുപോലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ആയിട്ട് BJPക്ക് സംഭാവനയായിട്ട് ലഭിച്ചത് 2244 കോടി രൂപ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 20,000 രൂപയും അതിന് മുകളിലുമായിട്ടാണ് സംഭാവന ലഭിച്ചിരിക്കുന്നത്. 2022-23 സംഭാവനയുടെ 3 ഇരട്ടിയിൽ അധികമാണ് ഈ ഇനത്തിൽ കഴിഞ്ഞ വർഷം BJPക്ക് ലഭിച്ചത് എന്നാണ് സാരം. ഇതാണ് കണക്കെങ്കിൽ BJP ഓഫീസിൽ ED കയറി നിറങ്ങാനുള്ള സാധ്യതയും ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. നേരെ ചൊവ്വേ ഉണ്ടാക്കിയ കാശെല്ലാം കാറ്റിൽ പറത്തിവിട്ട് കുഴൽ വഴിയൊക്കെ ഉണ്ടാക്കിയ കാശൊക്കെ EDക്ക് ഇനി പൊക്കാം. പക്ഷേ ED ആദ്യം തന്നെ അത് പോക്കറ്റിലാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ആ ഭാഗത്തേക്ക് ഇനി എന്തായാലും പോകില്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ BJP ഓഫീസ് ഇപ്പോൾ സേഫാണ്. അതേസമയം കോൺഗ്രസിലേക്ക് വന്നാൽ കോൺഗ്രസിന് 2023-24 288.9 കോടി രൂപയാണ് ലഭിച്ചത്. മുൻ വർഷം അത് 79.9 കോടി രൂപയായിരുന്നു. അതിൽ നിന്നുമാണ് ഇത്രയും വലിയൊരു മാറ്റം ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൂഡൻ്റ് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നും 723.6 കോടി രൂപയുടെ സംഭാവനകൾ BJPക്ക് ലഭിച്ചു. കോൺഗ്രസിന് 156.4 കോടി രൂപ സംഭാവന നൽകി. 2023-24 BJPയുടെ 1/3 സംഭാവനകളും കോൺഗ്രസിൻ്റെ പകുതിയിലധികം സംഭാവനകളും പ്രൂഡൻ്റ് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നുമാണ്. 2022-23 പ്രൂഡൻറ്റിൽ നിന്നുള്ള ഏറ്റവും മികച്ച സംഭാവന നൽകിയവരിൽ മേഘ എഞ്ചിൻ ആൻഡ് ഇൻഫ്ര ലിമിറ്റഡ്, അതുപോലെ തന്നെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ ആർസലർ മിത്തൽ ഗ്രൂപ്പ്, ഭാരതി എയർടെൽ എന്നിവരാണ് മുന്നിലുള്ളത്. അതേസമയം BJPക്കും കോൺഗ്രസിനും ലഭിച്ച മൊത്തം സംഭാവനകളിൽ നിന്നും ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള രസീതുകൾ ഉൾപ്പെടുന്നില്ല. കാരണം ഈ വിവരങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വാർഷിക ഓഡിറ്റിംഗ് റിപ്പോർട്ടുകളിൽ മാത്രമേ പ്രഖ്യാപിക്കാറുള്ളൂ. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് സ്കീം റദ്ദാക്കിയിരുന്നു. ചില പ്രാദേശിക പാർട്ടികൾ അവരുടെ 2021-24 സംഭാവന റിപ്പോർട്ടുകളിൽ ചില പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ലഭിച്ച സംഭാവന അത് സ്വമേധയാ പ്രഖ്യാപിച്ചു. 495.5 കോടി രൂപ ബോണ്ടുകളായി ലഭിച്ചുവെന്ന് BRS അറിയിച്ചു. DMKയ്ക്ക് 60 കോടി രൂപയും അതുപോലെ തന്നെ YSR കോൺഗ്രസിന് 121.5 കോടി രൂപയും ലഭിച്ചു. JMMന് 11.5 കോടിയും ലഭിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 2023-24 BJPക്ക് സംഭാവനകളിൽ 212% വർധനവ് രേഖപ്പെടുത്തി. 2018-19 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള വർഷം BJP 742 കോടി രൂപയും അതുപോലെ തന്നെ കോൺഗ്രസിന് 146.8 കോടി രൂപയും സംഭാവന ലഭിച്ചിരുന്നു. BJPക്ക് ഇലക്ട്രൽ ട്രസ്റ്റ് വഴി 850 കോടി രൂപ ലഭിച്ചു. അതിൽ 723 കോടി രൂപ പ്രൂഡൻറ്റിലും 127 കോടി രൂപ ട്രയം ഇലക്ട്രൽ ട്രസ്റ്റിലും അതുപോലെ തന്നെ 17.2 ലക്ഷം രൂപ എൻസിഗാർട്ടിംഗ് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നുമൊക്കെയാണ് ലഭിച്ചത്. ട്രസ്റ്റ് വഴി കോൺഗ്രസിന് 156 കോടി രൂപ ലഭിച്ചു. 2021-24 BRSനും YSR കോൺഗ്രസിനും യഥാക്രമം 85 കോടി രൂപയും 62.5 കോടി രൂപയും പ്രൂഡൻ്റ് സംഭാവന നൽകി. ആന്ധ്രാപ്രദേശിൽ ഭരണകക്ഷിയായിട്ടുള്ള TDP 33 കോടി രൂപയാണ് പ്രൂഡൻറ്റിൽ നിന്നും സ്വീകരിച്ചത്. ട്രൈഫ് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നും ജയഭാരത് ട്രസ്റ്റിൽ നിന്നുമൊക്കെയായിട്ട് DMKയ്ക്ക് 8 കോടി രൂപ ലഭിച്ചു. സാന്റിയാഗോ മാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയായിട്ടുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസിൽ നിന്നും 2023-24 BJPക്ക് 3 കോടി രൂപയുടെ സംഭാവന ലഭിക്കുകയുണ്ടായി. ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും വലിയ സംഭാവന നൽകിയ തൃണമൂൽ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഗുണഭോക്താവ്. AAPക്ക് ആകട്ടെ 2023-24 11.1 കോടി രൂപയുടെ സംഭാവന ലഭിച്ചു. മുൻ വർഷത്തെ 37.1 കോടി രൂപ AAPക്ക് കുറഞ്ഞു. 2023-24 CPMന് ലഭിച്ച സംഭാവന 7.6 കോടിയായിട്ട് ഉയർന്നു. ഏകദേശം 1.5 കോടി രൂപ CPMന് വർദ്ധിച്ചു. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.
വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.